ലാസ്റ്റ് ഓവർ ത്രില്ലറുകൾ, കളിയുടെ ഗതി മാറ്റുന്ന ഇൻഡിവിജ്വൽ ബ്രില്യൻസുകൾ. പോയ IPL പതിപ്പുകളിൽ ഇത്തരത്തിൽ ഒട്ടേറെ ഹീറോയിക് മൊമെൻറ്റുകളും മാസ് എൻട്രികളും നാം കണ്ടിട്ടുണ്ട്. ഫിനിഷർമാർ കളി മാറ്റിമറിച്ച എത്രയോ മത്സരങ്ങൾ. മറ്റൊരു സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടീമുകളുടെ വിജയസമവാക്യത്തിൽ പ്രധാന റോൾ വഹിക്കുന്ന ഫിനിഷർമാരെക്കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ഓരോ ടീമുകളുടെയും പ്രധാന ഫിനിഷർമാർ ആരെല്ലാമാണ് പരിശോധിക്കാം. ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേർഡ്, ജിതേഷ് ശർമ്മ. ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള മികച്ച ഫിനിഷർമാരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ കരുത്ത്. പോയ സീസണിൽ RCBയുടെ കിരീടധാരണത്തിൽ ഈ ട്രയോയുടെ പ്രകടനം ഏറെ നിർണായകമായിരുന്നു. 2025 പതിപ്പിൽ 12 മത്സരങ്ങളിൽ നിന്നായി 62 ബാറ്റിംഗ് ശരാശരിയിൽ 187 റൺസാണ് ഓസീസ് ഫിനിഷർ ടിം ഡേവിഡിൻ്റെ സമ്പാദ്യം. ഒരു 50 മാത്രമാണ് നേടിയതെങ്കിലും 6 മാച്ചിലും താരം നോട്ടൗട്ടായിരുന്നു. 14 സിക്സറുകളാണ് സീസണിലുടനീളം ടിം ഡേവിഡ് പറത്തിയത്. പോയ സീസണിലെ അതേ പ്രകടനം ഓസീസ് താരം പുറത്തെടുത്താൽ RCBക്ക് ഇത്തവണയും കാര്യങ്ങൾ എളുപ്പമാകും. വലിയ ഹൈപ്പിലെത്തിയെങ്കിലും 2020 ലോകകപ്പിൽ ടിം ഡേവിഡിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരുന്നില്ല. RCB ആരാധകരുടെ ആശങ്കയും ഇതുതന്നെയാണ്. 2 ഇന്നിംഗ്സുകളിൽ മാത്രം കളത്തിലിറങ്ങിയ താരം 6 റൺസ് മാത്രമാണ് ഓസീസിനായി നേടിയത്. എന്നാൽ IPL സീസണിനായി ടീമിനൊപ്പം ചേർന്ന ഡേവിഡ് പ്രാക്ടീസ് മാച്ചിൽ 14 പന്തിൽ 36 റൺസുമായി വരവറിയിച്ചിരുന്നു. ഹാർഡ് ഹിറ്ററായ റൊമാരിയോ ഷെഫേർഡ് നിലവിൽ മികച്ച ഫോമിലാണ്. പോയ T20 ലോകകപ്പിൽ വിൻഡീസിനായി 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 80 റൺസാണ് അടിച്ചെടുത്തത്. 3 മത്സരത്തിലും നോട്ടൗട്ടായിരുന്നു. ബാറ്റിങ്ങിനൊപ്പം ബൗളിംഗിലും ഷെഫേർഡ് തിളങ്ങിയിരുന്നു. വിദേശ ഫിനിഷർമാർക്കൊപ്പം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ കൂടി അവസരത്തിന് തുയർന്നാൽ RCBക്ക് ഇക്കുറിയും കാര്യങ്ങൾ എളുപ്പമാകും. ജിതേഷ് തൻ്റെ റേഞ്ച് എന്താണെന്ന് പോയ സീസണിൽ തെളിയിച്ചതാണ്. ഹാർദിക് പാണ്ഡ്യയുടെ വിസ്ഫോടന ബാറ്റിങ്ങിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രതീക്ഷകളൊക്കെയും. ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ മുംബൈ നായകൻ കളം നിറഞ്ഞാൽ അത് ഏത് വലിയ ടാസ്കും മറികടക്കാൻ മുംബൈയെ പ്രേരിപ്പിക്കും. ഒരുപിടി ഫിനിഷർമാരാണ് മുംബൈക്കുള്ളത്. ഇംഗ്ലീഷ് താരം വിൽ ജാക്സ്, ഇന്ത്യയുടെ നമൻധീർ, ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ കോർബിൻ ബോഷ് എന്നിവരെല്ലാം മിനിമം പന്തുകളിൽ മാക്സിമം റൺസ് സ്കോർ ബോർഡിൽ ചേർക്കാൻ കെൽപ്പുള്ളവരാണ്. T20 ലോകകപ്പിൽ 9 ഇന്നിംഗ്സുകളിൽ നിന്നായി 217 റൺസാണ് ഹാർദിക് അടിച്ചെടുത്തത്. ഡെത്ത് ഓവറുകളിൽ താരത്തിൻ്റെ ബാറ്റിംഗ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യക്ക് അതിനിർണായകമായിരുന്നു. 8 മത്സരങ്ങളിൽ നിന്ന് 56 ബാറ്റിംഗ് ശരാശരിയിൽ 226 റൺസ് അടിച്ചെടുത്ത വിൽ ജാക്സും തകർപ്പൻ ഫോമിലാണ്. T20 ലോകകപ്പിൽ ടോപ്പ് ഓർഡറിൽ നിന്ന് ഫിനിഷറുടെ റോളിലേക്ക് ചുവടുമാറിയ തിലക് വർമ്മ മുംബൈ നിരയിൽ ഇത്തവണ എവിടെ കളിക്കുമെന്നതും ആകാംക്ഷ ഉയർത്തുന്നതാണ്. കീരൻ പൊള്ളാഡ് എന്ന അധികായൻ്റെ അഭാവം ഇവരാരെങ്കിലും പരിഹരിക്കുമെന്നാണ് മുംബൈ ആരാധകരുടെ പ്രതീക്ഷ. പോയ പതിപ്പിൽ തൊട്ടതെല്ലാം പാളിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് IPLന് വരുന്നത്. അന്നും ഇന്നും മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഐക്കൺ തന്നെയാണ് CSKയുടെ ഫിനിഷർ ഇൻ ചീഫ്. പോയ സീസണിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും 44-കാരൻ്റെ ഹാൻഡ് പവറിൽ ആരാധകർക്ക് ഇന്നും വിശ്വാസമുണ്ട്. ഇത്തവണ ധോണിയുടെ റോൾ എന്തായിരിക്കുമെന്നതും കൗതുകമുയർത്തുന്ന കാര്യം തന്നെ. ദക്ഷിണാഫ്രിക്കയുടെ ഡെവാൾഡ് ബ്രേവിസാണ് ഇത്തവണ CSKയുടെ സുപ്രധാന ഫിനിഷിംഗ് ഓപ്ഷൻ. കഴിഞ്ഞ സീസൺ മധ്യത്തിൽ ടീമിനൊപ്പം ചേർന്ന ബ്രവിസ് 6 മാച്ചിൽ 150 സ്ട്രൈക്ക് റേറ്റിൽ 225 റൺസുമായി ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്തിരുന്നു. പോയ പതിപ്പിൽ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ബ്രവിസ് കത്തിക്കയറിയാൽ ചെന്നൈക്ക് 6ാം കിരീട സാധ്യതകൾ മുട്ടിട്ട് തുടങ്ങും. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാനാകുമെന്നതും ബ്രവിസിനെ വ്യത്യസ്തനാക്കുന്നു. ഏത് സാഹചര്യത്തിലും കളിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള ശിവൻ ദുബെയുടെ സാന്നിധ്യവും മറ്റേതൊരു ടീമിനേക്കാളും ചെന്നൈയെ സ്ട്രോങ് ആക്കി നിർത്തുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ ക്രൂഷ്യൽ റോൾ വഹിച്ച ദുബെ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 235 റൺസാണ് അടിച്ചെടുത്തത്. ചെപ്പോക്കിലെ സ്പിൻ പിച്ചിൽ ദുബെയുടെ റോൾ CSK വിജയപരാജയങ്ങളിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. പൊന്നും വില കൊടുത്ത് ടീമിലെത്തിച്ച യങ് ഡൊമസ്റ്റിക് താരങ്ങളായ പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ എന്നിവരും ഏത് റോളിലും ഉപയോഗപ്പെടുത്താനാവുന്നവരാണ്. ആന്ധ്ര റസൽ ഇല്ലാത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇത്തവണ ഫിനിഷിംഗിൽ കരീബിയൻ ഹാർഡ് ഹിറ്ററുടെ വിടവ് നികത്തുകയാണ് കൊൽക്കത്ത നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സീസണിന് മുമ്പായി IPL അവസാനിപ്പിച്ച റസൽ നിലവിൽ KKR കോച്ചിംഗ് ടീമിലുണ്ട്. റസലിന് പകരം റിങ്കു സിംഗ് ആകും ഫിനിഷറുടെ റോളിൻ്റെ ഉത്തരവാദിത്തമൊക്കെയും ഏറ്റെടുക്കുക. പോയ ഏതാനും സീസണുകളായി മുൻ ചാമ്പ്യന്മാർക്കൊപ്പമുള്ള റിങ്കു ടീമിനൊപ്പം മികച്ചൊരു കംബാക്കിനാണ് ഇത്തവണ ഒരുങ്ങുന്നത്. 2023 യാസ്റ്റിയാലിനെ ഒരു ഓവറിൽ തുടർച്ചയായി 5 സിക്സർ പറത്തി വിജയത്തിലെത്തിച്ച റിങ്കുവിൻ്റെ ഇന്നിംഗ്സ് ഇന്നും IPLൽ ഐക്കോണിക് മുഹൂർത്തങ്ങളിലൊന്നാണ്. 2023 424 റൺസ് അടിച്ചെടുത്ത താരത്തിന് പക്ഷേ പോയ 2 സീസണിൽ ഇതേ ഫോമിൽ തുടരാനായിരുന്നില്ല. രമൺദീപാണ് മുൻ ചാമ്പ്യന്മാരുടെ മറ്റൊരു ഫിനിഷിംഗ് ഓപ്ഷൻ. 25 കോടി മുടക്കി ടീമിലെത്തിച്ച കാമറൂൺ ഗ്രീൻ ടോപ്പ് ഓർഡറിലും ഫിനിഷിംഗിലും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാനാകുന്ന താരമാണ്. IPLൽ പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടോപ്പ് ഓർഡർ പോലെ മികച്ചൊരു ഫിനിഷിംഗ് നിരയും SRHനുണ്ട്. ദക്ഷിണാഫ്രിക്കൻ വെറ്ററൻ താരം ഹെൻറിച്ച് ക്ലാസൻ, ഇന്ത്യയുടെ ആഭ്യന്തര താരം അനികേത് വർമ്മ, ഇംഗ്ലണ്ടിൻ്റെ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവരാണ് അതിലെ പ്രധാനികൾ.
പുതുതായി ടീമിലെത്തിച്ച സലിൽ അറോറയെയും ഫ്രാഞ്ചൈസി പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എന്നാൽ ഇതിനകം രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഹെൻറിച്ച് ക്ലാസന്റെ ഫോം കണ്ടറിയണം. ലിവിങ്സ്റ്റൺ സമീപകാലത്ത് മികച്ച ടച്ചിൽ അല്ലെന്നതും ആശങ്കയായി നിലനിൽക്കുന്നു. ഫിനിഷിംഗിൽ തകർപ്പൽ ലൈനപ്പുള്ള മറ്റൊരു ടീം പഞ്ചാബ് കിങ്സ് ആണ്. മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ യാൻസൺ, ശശാങ്ക് സിംഗ് എന്നീ മൂവർ സംഘം എന്തിനും പോന്നവർ തന്നെ. ഒറ്റയ്ക്ക് കളി തിരിക്കാൻ കെൽപ്പുള്ള ഈ മൂവർ സംഘം പഞ്ചാബ് ബാറ്റിങ്ങിന് അപാരമായ ഡെപ്താണ് നൽകുന്നത്. ട്രിസ്റ്റൻ സ്റ്റബ്സ്, കില്ലർ മില്ലർ, അക്ഷർ പട്ടേൽ, അശുതോഷ് ശർമ്മ എന്നിവരാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫിനിഷിംഗ് ഓപ്ഷനുകൾ. ലോവർ ഓർഡറിൽ ബിഗ് ഹിറ്റിന് കെൽപ്പുള്ള ഡൊമസ്റ്റിക് താരം വിപ്രജ് നിഗവും പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിലടക്കം മിന്നും ഫോമിൽ ബാറ്റ് വീശിയ ദക്ഷിണാഫ്രിക്കൻ താരം സ്റ്റബ്സിന്റെ ഫോം ഫ്രാഞ്ചൈസിക്ക് IPL പോസിറ്റീവ് ഘടകമാകുന്നു. മില്ലറാണെങ്കിൽ ഏത് ഘട്ടത്തിൽ നിന്നും ടീമിനെ എടുത്തുയർത്താൻ പോന്നവനാണ്. ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ, ഷിംറോൺ നെറ്റ്വർ എന്നിവരാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ കരുത്ത്. പരിക്കിനെ തുടർന്ന് സാം കറൻ റൂൾഡ് ഔട്ടായതോടെ പകരം ദസുൻ ഷനഗെ എത്തുമെന്നാണ് വാർത്തകൾ പറയുന്നത്. ഫിനിഷിംഗ് റോൾ കൈകാര്യം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ശ്രീലങ്കൻ താരത്തിന്റെ വരവ് ഫ്രാഞ്ചൈസിക്ക് പോസിറ്റീവ് സൈനാണ്. ഹെറ്റ്മെയർ ടോപ്പ് ഓർഡറിലേക്ക് വരുമോ എന്നും കണ്ടറിയണം. ആയുഷ്മത് ധോനി, അബ്ദുസ് സമദ്, ഷഹബാസ് അഹമ്മദ് ഇവരടങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഇന്ത്യൻ ഫിനിഷിംഗ് നിരയും മികച്ചതാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണയും രാഹുൽ തെവാട്ടിയിൽ തന്നെയാണ് വിശ്വാസമർപ്പിക്കുന്നത്. ഷാരൂഖ് ഖാൻ, ജേസൺ ഹോൾഡർ എന്നീ ഓപ്ഷനുകളും അവർക്കുണ്ട്. പവർ പ്ലേ ഓവറുകളിലെ ബാറ്റിംഗ് വിസ്ഫോടനത്തിനൊപ്പം കളി പിടിക്കാൻ ഡെത്ത് ഓവറുകളിലെ കാമിയോ ഇന്നിംഗ്സുകളും സുപ്രധാനമാണ്. നിലവിൽ ഏറ്റവും മികച്ച ഫിനിഷർമാരുള്ള IPL ടീം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ.